അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നിനും പെട്ടതല്ല. അതിനെ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്തോ അത് വർക്ക് ചെയ്യില്ല, നിങ്ങൾ അവിടെ എത്തിപ്പെടില്ല. നമ്മൾ എന്നുള്ള അവസ്ഥ ഇല്ലാതെയാക്കുക. മനസ്സില്ലാതെയാവുമ്പോൾ അവൻ യൂണിവേഴ്സിനെ അറിയും. ഹലോ എവരിവൺ, ഐ എം ഡോക്ടർ സജിത് കൃഷ്ണൻ. ഇന്ന് വളരെയധികം നിർണായകമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മളുടെ കൂടെയുള്ളത് വേൾഡ് ഫേമസ് ഐക്കണായ ഹിമലയൻ മാസ്റ്റർ അഷ്റഫ് ഗുരുവാണ്. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടതും പല രാജ്യങ്ങളും പല രൂപങ്ങളിലൊക്കെ വന്നിട്ടുള്ള വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എല്ലാവർക്കും ഒരു സുപരിചിതമായ ഒരു സംഭവമാണെങ്കിലും ആർക്കും അതിൻ്റെ ഒരു യഥാർത്ഥമായ ഒരു സംഭവം എന്താണെന്നുള്ളത് ആളുകൾക്ക് അത് അറിയില്ല. അവരൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് എന്നല്ലാതെ എന്താണ് ശരിക്കും ഒരു മെഡിറ്റേഷൻ പറയുന്നത്, അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഉപകാരം വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്, പ്രാക്ടിക്കൽ രീതികൾ എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് മാസ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മെഡിറ്റേഷൻ അഥവാ ധ്യാനം. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ഒരു ഡയറക്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ധ്യാനം. പ്രെയർ എന്ന് പറഞ്ഞാലോ പ്രാർത്ഥന. അപ്പൊ രണ്ടും രണ്ടായി. പ്രെയർ മതത്തിലൂതിയെന്ന പ്രാർത്ഥന, മെഡിറ്റേഷൻ മതത്തിന്റെ അല്ല. മെഡിറ്റേഷൻ എന്ന് വന്നാൽ തന്നെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. മെഡിറ്റേഷൻ എന്ന് വിചാരിച്ചാൽ അതൊരു കല ആയിട്ട് എടുക്കുക. നമ്മളൊരു കലയാണ്, അത് യൂണിവേഴ്സിന്റെ ഒരു കലയാണ്, ഇത് യൂണിവേഴ്സൽ ആർട്ടാണ്. അപ്പോ മെഡിറ്റേഷനെ പല തരത്തിൽ ആയിരക്കണക്കിന് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതും പലതുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. പല വംശങ്ങളായിട്ടും ജാതിയായിട്ടും ഗോത്രമായിട്ടും വിശ്വാസങ്ങളായിട്ടും പദവിയായിട്ടും ആചാരമായിട്ടും ഒക്കെ കൂട്ടിക്കലർത്തി പോയിക്കൊണ്ടിരിക്കുന്നു. മെഡിറ്റേഷൻ എന്നുള്ളതിനെ രണ്ടോ മൂന്നോ സെന്റൻസിൽ പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്താവുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ തേടാതെ, ഒരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കാതെ യൂണിവേഴ്സിനെ തിരിച്ചറിയാം. തേടാതെ എന്തിനെ തേടിയോ അതിനെ അറിയാം. എന്നാൽ നമ്മൾ തേടുന്നില്ല, എന്തിനെ വേണ്ടി അറിയുന്നു. അപ്പൊ നമ്മളൊരു വസ്തുവിന് വേണ്ടി എയിം കൊടുക്കും, ആദ്യം ലക്ഷ്യമുണ്ടാവും. ഇവിടെ ലക്ഷ്യം പാടില്ല, ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അങ്ങനത്തെ ഒരു കടുകട്ടി വേൾഡാണ്. ലക്ഷ്യം ഇട്ടാൽ തന്നെ നമ്മൾ ബ്ലോക്കായി അവിടെ. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വയ്ക്കാതെ, മുൻകൂർ ധാരണ വയ്ക്കാതെ, മുൻധാരണ വയ്ക്കാതെ, ജഡ്ജ്മെന്റ് നടത്താതെ, ഗുണാതീതമായി ഒരു ഗുണങ്ങളോ കാര്യങ്ങളോ മൈൻഡിൽ നിന്ന് കൊടുക്കാതെ സൂക്ഷ്മമായ നമ്മുടെ അസ്തിത്വമൊക്കെ നഷ്ടപ്പെടും എന്ന് പറയില്ലേ, ആ അവസ്ഥയിൽ നിന്നിട്ട് എന്തിനെയാണോ തേടേണ്ടത് നമ്മൾ തേടുന്നില്ല, അതിന്റെ അവസാനം എത്തുന്ന അവസ്ഥ. അതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒറ്റ വേർഡില്. അതായത് തേടാതെ എന്തിനെ തേടിയോ അത് ലാസ്റ്റ് ചെന്നെത്തുന്ന അവസ്ഥ, എന്തിനെ തേടിയോ അതാവുന്ന അവസ്ഥ. അതും വരും ഇതിൽ വേണം. നിങ്ങൾ എന്തിനെ തേടി ചെന്നോ അത് നിങ്ങളായിത്തീരുന്നു, ആ വസ്തു ആയിത്തീരുന്നു. എന്തിനെ തേടുന്നോ അതിന് നിങ്ങൾ ആലോചിക്കുന്നില്ല, ഞാൻ തേടുക, അതിലൊക്കെ മൈൻഡ് വർക്ക് ചെയ്യും. അപ്പോൾ മെഡിറ്റേഷനിൽ എത്താത്തതിന്റെ കാരണം എക്സ്ട്രീം ലെവലിൽ ലാസ്റ്റ് സ്റ്റേജിൽ എംപ്റ്റിനെസ്, അതിന്റെ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് എംപ്റ്റിനെസ് ആണ്. മെഡിറ്റേഷന്റെ ലാസ്റ്റ് പേജ് എന്താണെന്ന് വെച്ചാൽ എംപ്റ്റിനെസ്, പിന്നെ ഒന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ഗുണം? മൈൻഡ് മാറും, വ്യക്തിത്വം മാറും, ചിന്താഗതി മാറും, വീക്ഷണം മാറും, ഇടപെടൽ മാറും, എല്ലാം കീഴ്മേൽ മറിഞ്ഞളെ. അപ്പൊ അതിന്റെ ലാസ്റ്റ് പേജ് എംപ്റ്റിനെസ് ആണ്. അത് എന്തുകൊണ്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ എനർജി വേൾഡിലേക്ക് എന്തുകൊണ്ട് കടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഏകാഗ്രതയിൽ കൂടിയാണോ അത് പോകേണ്ടത്, നിറഞ്ഞ ഏകാഗ്രത ആണോ വേണ്ടത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മെഡിറ്റേഷന് ഏകാഗ്രതയെ പാടില്ല, നിറഞ്ഞ ഏകാഗ്രതയും പാടില്ല, അല്ലാതെയുള്ള ഏകാഗ്രതയും പാടില്ല. യാതൊരു തരത്തിലുള്ള മന്ത്രരൂപങ്ങൾ, മന്ത്രജപങ്ങൾ, ഒരു മതത്തിന്റെ ദൈവങ്ങൾ, ഇതൊന്നും പാടില്ല. മനസ്സിന്റെ സകലമാന വാതായനങ്ങളെ അടച്ചിടേണ്ടി വരും. മനസ്സിനെ ചലിപ്പിക്കുന്ന ചിന്താ തരംഗങ്ങളെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മളെന്നുള്ള അവസ്ഥ ഇല്ലാതെയാക്കുക. മനസ്സില്ലാതെയാവുമ്പോൾ അവൻ യൂണിവേഴ്സിനെ അറിയും. അതായത് ഒരു മിനിറ്റ് മനസ്സ് നിന്ന് എന്ന് വെച്ചാൽ മതി, ചിന്തകളില്ലാത്ത ഈ നിമിഷത്തിലെ അവസ്ഥയിൽ ദ പേഴ്സൺ ഈസ് എൻലൈറ്റൻഡ്. അതായത് ആ വ്യക്തി സമ്പൂർണ്ണ ബോധോദയത്തിലേക്ക് കടന്നു. അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പേജ്. പക്ഷെ ഈ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറെ കടമ്പകൾ കടന്നു പോകുന്നുണ്ട്. അത് മതത്തിന്റെ അല്ല. എനർജി വേൾഡിനെ അറിയുക, യൂണിവേഴ്സിനെ അറിയുക, യൂണിവേഴ്സ് എന്തെന്നറിയുക, യൂണിവേഴ്സിന്റെ സൂക്ഷ്മമായ അവസ്ഥാവിശേഷം എന്തെന്നറിയുക, അതൊക്കെ അറിയാന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ അറിയില്ലാണ്. നമ്മൾ അറിയുമ്പോഴാണ് ഇത്. കാരണം എന്താ? ഇതിനൊക്കെ ഭാഗം ഒരാൾ നിൽക്കുകയാണ്.
ഈ കടലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കിണറിലെ ജലം മുഴുവൻ ഒരു കിണർ ടെസ്റ്റ് ചെയ്യണം, ജലം ടെസ്റ്റ് ചെയ്യണേ ആ വെള്ളം മുഴുവൻ എടുത്തുകൊണ്ടോണ്ട കാര്യമുണ്ടോ? ആ ജലത്തെ മുഴുവൻ കൊണ്ടുപോകേണ്ട കാര്യമല്ലേ? ഇതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞേക്കണം. ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെ ഈ സൂക്ഷ്മമായ അവസ്ഥാവിശേഷത്തിൽ നിൽക്കുന്ന ജീവജാലങ്ങളിൽപ്പെട്ട മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന് എന്തെന്നറിയാൻ എന്താവശ്യമാണ്? അവനിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാ മെറ്റീരിയൽ ഒബ്ജക്റ്റും മെറ്റീരിയൽ അല്ലാത്ത ഒബ്ജക്റ്റും എനർജി വേൾഡും സൂക്ഷ്മതയും കോൺഷ്യസ്നെസ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന മനുഷ്യരൂപത്തിന് സൂക്ഷ്മമായിട്ട് കടന്നു ചെന്നാൽ മതി അതിലേക്ക്. അതിന് ടെക്നിക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ മെഡിറ്റേഷൻ എന്തുകൊണ്ട് എത്തുന്നില്ല? ഇപ്പൊ സാധാരണഗതിയിൽ ഒരു വ്യക്തിയോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ വ്യക്തിയുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട 100 കണക്കിന് ആചാരവും മന്ത്രങ്ങളുമാണ്. അപ്പൊ എന്തു പറ്റി? മൈൻഡ് ഈസ് ബ്ലോക്ക്. മൈൻഡ് ബ്ലോക്ക് ആയി അവിടെ. കാരണം നിങ്ങൾ ലക്ഷ്യം കൊടുത്തു വെച്ചേക്കാം, ഒരു ഹിപ്നോട്ടിക് കമാൻഡ് കൊടുത്തു മെഡിറ്റേഷൻ. ഞാനിത് മതമായിട്ടല്ല കൂട്ടിക്കലർത്തണം. മതം അത് സംസ്കാരം, അത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ അവിടെ നിർത്തുക, അതിനെ മാറ്റി നിർത്തിയിട്ട് ഇതൊരു യൂണിവേഴ്സൽ ആർട്ടിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. അത് ഇതുമായിട്ട് മിക്സ് ചെയ്തേക്കരുത്. കാരണം മിക്സ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അതിൽ നിന്നിട്ട് ഇതിനെ അറിയാനേ പറ്റില്ല, ഇതിൽ നിന്നിട്ട് അതിനെ അറിയാൻ പറ്റില്ല. അത് നമുക്ക് പറയാൻ മാത്രം, കണ്ണടച്ചിരുട്ടാക്കലാണ് പോലും. അപ്പോൾ ഇപ്പോൾ ഒരു ഹിപ്നോട്ടിക് കമാൻഡ് വരെ കൊടുത്താൽ റോങ് ആവും. ഇപ്പൊ നിങ്ങൾ ഒരു തേർഡ് ഐ കമാൻഡ്, ഒരു ഹിപ്നോട്ടിക് കമാൻഡ്, ഒരു പീനിയൽ ഗ്ലാൻഡിലെ കമാൻഡ് കൊടുത്തു, എന്നിലേക്ക് ഒരു ചിന്തയും വരുന്നതല്ല, പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ അഗാധമായ ആ സൂക്ഷ്മാവസ്ഥയിലേക്ക് ഞാൻ കിടക്കുന്നു, പ്രപഞ്ചമായിട്ട് ലയിക്കുന്നു എന്നൊരു കമാൻഡ് കൊടുത്ത് എന്തെങ്കിലും മെഡിറ്റേഷൻ ശരിയാവും? ഇല്ല. കാരണം എന്താണ്? അവിടെ നിങ്ങൾ ബ്ലോക്ക് കൊടുത്ത് നിങ്ങളുടെ മൈൻഡ് അവിടെ വർക്ക് ചെയ്തേക്കാണ്. അപ്പൊ മനസ്സ് വർക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കും 90%. അതിനെ തിരിച്ചറിയണം. ഇത് മനസ്സ് സൃഷ്ടിച്ചതാണോ താനേ വന്നതാണോ ഇതിനെ വേർതിരിച്ചറിയാനുള്ള കഴിവ് കിട്ടും. അപ്പൊ മെഡിറ്റേഷന്റെ എക്സ്ട്രീം ലെവലിൽ എത്താൻ പറ്റിയ ഒരൊറ്റ വിദ്യയെ പ്രപഞ്ചത്തിലുള്ളൂ, ഒരേ ഒരു ടെക്നിക്ക്. അതിലൂടെ കടന്നു പോകാൻ പറ്റും. അപ്പൊ എങ്ങനെയൊക്കെ വന്നാലും, ഇനി ഏത് മന്ത്രത്തെ നിങ്ങൾ കയ്യിലെടുത്താലും, ഏത് വസ്തുവിൽ ഏകാഗ്രത കൊടുത്താലും, എന്തിനെ മെഡിറ്റേഷന് വിധേയമാക്കിയാലും കടന്ന് അത് അപ്രത്യക്ഷമായിട്ട് വരുന്നത് ഈ പാലത്തിലേക്കായിരിക്കും. അപ്പൊ ഞാൻ ആ ഡയറക്റ്റ് പാലത്തിലേക്കാണ്, ആ ഒരു തലത്തിലാണ് ഞാൻ പറയുള്ളൂ എപ്പോഴും. അതുകൊണ്ട് അൺനെസസറി വസ്തുതകൾ വേണ്ട. പക്ഷെ ഒരു സാധാരണക്കാരനെ അങ്ങനെ തന്നെ കടത്തിക്കൊണ്ടുപോകേണ്ടി വരും. ഒരു വീതി കുറഞ്ഞ ഒരു പാലത്തിലേക്ക് നേരിട്ട് കടത്താൻ പറ്റൂല. അവനെ ഒന്ന് ബാലൻസ്ഡ് ആക്കണം, എന്നിട്ട് കടത്തി വിട്ടാൽ കടന്നു പൊക്കോളും എന്ന് പറഞ്ഞതുപോലെ താഴെ നിന്ന് പതിയെ പതിയെ. അപ്പൊ മെഡിറ്റേഷൻ എന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പ്രപഞ്ചത്തെ തിരിച്ചറിയുക, അല്ലെങ്കിൽ അവനവന്റെ ഉള്ളിലെ ചേതന, ആത്മാവ്, ആ സൂക്ഷ്മതയെ തിരിച്ചറിയുക. ആത്മാവിനെ പോലും തിരിച്ചറിയില്ലല്ല, അതിന്റെ അപ്പുറത്തേക്കാണ് ആ എംപ്റ്റിനെസ്. അത് നമ്മൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. നമ്മളില്ലെങ്കിൽ എന്താവും? നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നിർണായകമായ തത്വം എന്താണ്? ഒരു മനുഷ്യന്റെ ഏകാഗ്രതയ്ക്ക് എന്ത് വിധേയമായോ അത് അപ്രത്യക്ഷമാവും. അത് ആദ്യ തത്വം അറിഞ്ഞിരിക്കണം. അത് ദൃഷ്ടിയിൽ കൂടിയാണെങ്കിലും കേൾവിയിൽ കൂടിയാണെങ്കിലും വചനങ്ങൾ പറച്ചിൽ കൂടിയാണെങ്കിലും ആ പെർസെപ്ഷന് വീണ്ടും വീണ്ടും വിധേയമായ അത് നഷ്ടപ്പെടും. അപ്പൊ എന്തിലേക്ക് കിടക്കും? അതിന്റെ സൂക്ഷ്മത. അതായത് നമ്മളൊരു വസ്തു വെച്ചു, അതിലേക്ക് ശക്തമായ ഏകാഗ്രത കൊടുത്തിരിക്കുകയാണ്, കൃഷ്ണമണി ചലിപ്പിക്കാതെ യാതൊരു തോട്ട്സും ഇല്ലാതെ അതിലേക്ക് ഏകാഗ്രത കൊടുത്ത് 2-3 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ 3/4 മണിക്കൂർ, അത് അവനെ ചെയ്യുന്ന പോലെ ഇരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ എന്താണ് സംഭവിക്കുക? ആദ്യത്തെ ഫിസിക്കൽ ഇൻസിഡന്റ് ആ വസ്തു അപ്രത്യക്ഷമാവും. വസ്തു അപ്രത്യക്ഷമാവുമ്പോൾ എന്തെങ്കിലും അവിടെ വേണ്ടേ? അവിടെ എന്തായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്? ആ വസ്തു നിൽക്കുന്ന എനർജി ആയിട്ടായിരിക്കും പിന്നെ ഡീലിംഗ് നടക്കുന്നത്, നിങ്ങളെ ഇന്ററാക്ഷൻ നടക്കുന്നത്. വീണ്ടും നിങ്ങൾ അതിനെ ധ്യാനത്തിന് വിധേയമാക്കി. അപ്പോൾ ധ്യാനത്തിന് വിധേയമാക്കുന്നത് എന്താണ്? മെഡിറ്റേഷന് വിധേയമാക്കുമ്പോൾ ഒരു ഗുണവും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതായത് നമ്മൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ബൈ പ്രോഡക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ബൈ പ്രോഡക്റ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സിദ്ധികളായിരിക്കാം, എക്സ്ട്രാ ഓർഡിനറി കഴിവുകളായിരിക്കാം. കാരണം സൂക്ഷ്മതയാണ്, അതിതീവ്രതയേറിയ സൂക്ഷ്മത. അപ്പോൾ ഈ വരുന്ന പ്രൊഡക്റ്റിൽ നമ്മൾ തടയപ്പെടുന്നില്ല. അതിലേക്ക് നോക്കൂ, അതിന്റെ ഗുണങ്ങൾ, അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, മനസ്സുകൊണ്ട് രൂപകൽപ്പനകളൊന്നും ചെയ്യുന്നില്ല. അതെല്ലാം ഇതിന്റെ ഭാഗങ്ങൾ. ബട്ട് ഞാൻ അതിനെ തേടുന്നേയില്ല. ആ ഒരു തരത്തിലാണ് മെഡിറ്റേഷൻ പോകേണ്ടത്. ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം നമ്മൾ ബോർഡ് വെച്ച് ഏകാഗ്രത കൊടുത്തു, അത് നഷ്ടമായി. പിന്നെ നമ്മൾ ചിന്തിക്കരുത് ഇനി എന്താ വരാൻ പോണത്, അതും എനിക്കറിയണ്ട. അതിങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും നിങ്ങൾ ഗുണം കൊടുത്തോ മനസ്സിൽ നിന്ന്, അത് അങ്ങനെ ആയിരുന്നില്ല, ബ്ലോക്ക്, അവിടെ ബ്ലോക്കായി വീണ്ടും ഒന്നിന്ന് വരേണ്ടി വരും. അതുകൊണ്ടാണ് എങ്ങും പോകാത്തത്. കാരണം ഇവിടെ മെഡിറ്റേഷന് ഈ ലോകമാനം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവരൊക്കെ കൊടുക്കുന്ന ഒരു വസ്തുവോ ഒരു മന്ത്രോ കാര്യങ്ങളോ ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം അവിടെ ലോക്കായി. പോകാൻ പറ്റും, അതിനെ തിരിച്ചറിഞ്ഞ് ഈ പാലത്തിലേക്ക് കടന്നാൽ പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രത്യേക വേർഡ് തന്നു, ആ വേർഡിനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഉരുവിട്ടാൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ആദ്യം ഭൗതികത്തിലുള്ള സൗണ്ട്, പിന്നെ ചുണ്ടുകൾ അനങ്ങുന്നു, പിന്നെ ചുണ്ട് അനങ്ങാതെയാവുന്നു, പിന്നെ തോട്ട് പാറ്റേൺ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എനർജി വേൾഡിലേക്ക് കടന്ന് എന്തിലേക്ക് കിടക്കും? വീണ്ടും ഞാൻ ആ പറഞ്ഞ പാലം, അത് നമ്മൾ പറയില്ല, അതിലേക്ക് കടക്കും. അതിലേക്ക് കടന്നാൽ മാത്രമേ സൂക്ഷ്മതയിലേക്ക് കടക്കുള്ളൂ. കാരണം എന്താണ്? അതിലേക്ക് കടന്നാലേ മനസ്സ് നിന്ന് തരുള്ളൂ. മനസ്സ് നിന്ന് തരാത്തോടത്തോളം കാലം മെഡിറ്റേഷൻ എന്നല്ല ഒരു വിദ്യയും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റില്ല.
മനസ്സിന്റെ ചിന്തകൾ സ്റ്റോപ്പ് ആവാത്തോളം കാലം, പ്രസന്റിലേക്ക് വരാൻ പറ്റാത്തോടത്തോളം കാലം ഏകാഗ്രത സൃഷ്ടിക്കപ്പെടില്ല. ഏകാഗ്രത കിട്ടാത്തോടത്തോളം കാലം നിറഞ്ഞ ഏകാഗ്രതയിലേക്ക് വരാൻ പറ്റില്ല. ആദ്യം പറഞ്ഞു കോൺസെൻട്രേഷൻ, അത് കഴിഞ്ഞ് ഡൈവേഴ്സ്, അതായത് ഡിവേർജ് ആവാണ്, എല്ലാം നിറഞ്ഞ കോൺസെൻട്രേഷൻ. അതിൽ നിന്നും മുക്തമായി, അതിൽ നിന്നും അപ്രത്യക്ഷമായി. അപ്പൊ എന്ത് ധ്യാനത്തിന് വിധേയമായോ അത് അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കും. അതിന്റെ കൂടെ ബൈ പ്രോഡക്റ്റ് വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല പല സംഭവങ്ങളായിരിക്കും, അനന്തമായ കാര്യങ്ങളായിരിക്കും. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 5 കോടി വർഷത്തിന്റെ നോളജ് ആയിരിക്കും. ഇത് കൂട്ടിയാൽ കൂടൂല, കാരണം ഇത് യുക്തിക്ക് നിരക്കുന്നാവില്ല. ഇതെങ്ങനെ കിട്ടിയത് ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നിനും പെട്ടതല്ല. അതിനെ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്തോ അത് വർക്ക് ചെയ്യില്ല, നിങ്ങൾ അവിടെ എത്തിപ്പെടില്ല. ലാസ്റ്റ് പേജിൽ എംപ്റ്റിനെസ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഗുണഗണങ്ങൾക്ക് അതീതമായ ബോധതലമാണ്. നിങ്ങൾ ഗുണത്തിൽ നിന്ന് മുക്തമാവണം, നിങ്ങളുടെ അസ്തിത്വത്തിൽ നിന്ന് മുക്തമാവണം. ആഗ്രഹിക്കപ്പെടാതെ, ലക്ഷ്യം കൊടുക്കാതെ, തേടലില്ലാത്ത അവസ്ഥ. തേടിയാൽ തീർന്നു, തേടലില്ല. കാരണം നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ഈ റൂം മുഴുവൻ ഒരു വസ്തു നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ കണ്ണിന് കാണാനും പറ്റുന്നില്ല, സാങ്കേതിക വിദ്യ ഇല്ല, ഉപകരണം ഇല്ല അത് കാണിച്ചു കൊടുക്കാൻ. നിങ്ങൾ സൂക്ഷ്മതയിലേക്ക് വന്നാലാണ് ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ബോധത്തിൽ നിന്ന്, സൂക്ഷ്മതയിൽ നിന്ന് ഈ വസ്തുവിനെ തേടി പിടിക്കണമെങ്കിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യാം. ഈ ഹോള് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്തായിരിക്കണം, നിങ്ങൾ തേടി അതിനെ നടന്നാൽ കിട്ടുമോ? കാരണം അത് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കാം. നമ്മളിലും നിറഞ്ഞു നിൽക്കാൻ, ഇത് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ മുക്കിലും മൂലയിലും സകലമാന തരിയിൽ പോലും. അപ്പൊ നമ്മൾ തേടിയാൽ എന്ത് പറ്റും? അവിടെ മൈൻഡാ വർക്ക് ചെയ്യണം. മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ കാലത്തിലേക്ക് കടന്നു. കാലത്തിൽ ഒരിക്കലും എംപ്റ്റിനെസ് സംഭവിക്കുകയില്ല. ഈ നിമിഷത്തിലാണ്. ഈ നിമിഷത്തിൽ കാലമില്ല, ടെൻസ് ഇല്ല, അപ്പോൾ ടൈമില്ല, അപ്പൊ ഡയറക്ഷൻ ഇല്ല, ദിക്ക് ദിശ ഇതെല്ലാം നഷ്ടപ്പെടും. ആ അവസ്ഥയെ ആണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അതിന് നിർണായകമായ ഒരു ടൂൾ നമ്മളിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേരും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിനെ മെഡിറ്റേറ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താണ്? അതിന് ധ്യാനത്തിന് വിധേയമാകാൻ സാധ്യമല്ലാത്ത എന്തുകൊണ്ടാണ്? എന്തിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാം അല്ലെ? ഒരു വിരൽ വെച്ച് നോക്കി, അല്ലെങ്കിൽ ഡാൻഡൈൻ പവറിൽ മെഡിറ്റേറ്റ് ചെയ്തു, തേടയിൽ മെഡിറ്റേറ്റ് ചെയ്തു, ഏതെങ്കിലും എനർജി മണ്ഡലങ്ങളിൽ മെഡിറ്റേറ്റ് ചെയ്തു, ഒരു വസ്തുവിനെ വെച്ചു, അല്ലെങ്കിൽ പല പല ചക്രാസ് ഉണ്ട്, അതായത് ശ്രീചക്ര പോലെയുള്ള, അല്ലെങ്കിൽ പല സിമ്പിൾസ് ഉണ്ട്, ഇലുമിനാറ്റി സിമ്പിൾസോ അങ്ങനെയൊക്കെ എടുക്കാം. അതിനെ വെച്ച് മെഡിറ്റേറ്റ് ചെയ്തു, പല പല രൂപങ്ങൾ, ഭാവങ്ങളൊക്കെ. പക്ഷെ അപ്പോഴും മൈൻഡ് അവിടെ ലോക്ക് ചെയ്യും. പക്ഷേ ഇതൊക്കെ വസ്തു നമ്മൾ അവിടെ വച്ചേക്കാണ്. ഇപ്പൊ കൈവരൽ നമ്മൾ ചലിപ്പിക്കുന്നില്ല പിടിച്ച. പക്ഷെ ഈ നിർണായകമായ പാലം ചലിച്ചുകൊണ്ടേയിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നിങ്ങൾ ഒരു റോഡിൽ കുറെ വണ്ടികൾ കിടന്നോടാണ്. നിങ്ങളും ആ റോഡിൽ നിന്ന് വിചാരിച്ചു, ഈ റോഡിൽ 100 മീറ്റർ ഉള്ളിലുള്ള ഈ വണ്ടികളെയൊക്കെ എനിക്കൊന്ന് കാണണം, എല്ലാ വണ്ടികളെയും. നിങ്ങൾ ആ റോട്ടിൽ കിടന്ന് വണ്ടി ഓടിച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? റോഡിൽ നിന്ന് പുറത്ത് വന്നൊന്ന് നോക്കി സാക്ഷി ഭാവത്തിൽ നിന്നു, വിറ്റ്നസ് ആയിട്ട് എല്ലാത്തിൻ്റെയും. അപ്പൊ എല്ലാം അറിയാൻ പറ്റും അല്ലെ? അതുപോലെ ഈ വസ്തു പിടിതരില്ല ഒരു സെക്കൻഡ് പോലും. അതിന് നിർണായകമായ ചില ടെക്നിക്ക് ഉണ്ട്. ഇൻഡയറക്റ്റ് എങ്ങനെയാണ് ഇതിനെ കൈകലാക്കേണ്ടത്? നേരിട്ട് ഒരു യുദ്ധത്തിന് ചെന്നാൽ നിങ്ങളെയും കൊണ്ട് പോവും, മനസ്സാളിക്കത്തും. മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? നിങ്ങൾ എന്ത് കൊടുത്തോ അത് പിന്നെ ആയിക്കൊണ്ടിരിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ചിന്തകൾ വരുമോ വരില്ല, അത് കാണും ഇത് കാണും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാൽ അത് തന്നെ വീണ്ടും റീക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ചെറുപ്പത്തിലുള്ളതും വരാൻ പോകുന്നതും ഒക്കെ തോട്ട് ഫാക്ടറി ഓപ്പൺ ആവും. ദ ഫാക്ടറി ഓഫ് തോട്ട്സ്, അതായത് ചിന്തകളുടെ ഫാക്ടറി അങ്ങോട്ട് ഓപ്പൺ ആയി. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കില്ല കറക്റ്റായിട്ട്. അപ്പൊ അത് ശൂന്യമായിട്ട് പോകേണ്ടതാണ്. ഒരു ഗുണഗണങ്ങളില്ലാതെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. വരുന്നു, പക്ഷെ നമ്മൾ അറിയുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? അതാണ് യൂണിവേഴ്സിന്റെ പ്രത്യേകത, പ്രപഞ്ചത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഒരു വസ്തു, പക്ഷെ ആ വസ്തുവിനെ പറ്റിയുള്ള സകല നോളജ് നമുക്ക് തരും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് അനുഭവിക്കുക തന്നെ വേണം, അല്ലാതെ ഇത് തല കയറില്ല. നമ്മളൊരു വസ്തുവിലേക്ക് ഏകാഗ്രത കൊടുക്കാതെ, അനുഭവിക്കാതെ എങ്ങനെ ഇതിന്റെ ഗുണഗണങ്ങളും ഭൗതികത്തിലുള്ളതും എനർജി വേൾഡിലുള്ളതും കണ്ടുപിടിക്കാത്തതുമായ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെ നമ്മൾ അറിയും? അതറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. അതാണ് പവർ എന്ന് പറയുന്നത്. ആ പവറിന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാവും ഒന്നിനെ തേടേണ്ടതില്ലായിരുന്നു എന്ന് ലാസ്റ്റ് മനസ്സിലാവും. പക്ഷെ നമ്മൾ തേടി നടക്കായിരുന്നു. പറയല്ലേ, കസ്തൂരിയുടെ സുഗന്ധം അന്വേഷിച്ച് ഹിമാലയ പർവ്വതത്തിലും ഗുഹകളിലും ഒക്കെ കയറി താഴേക്ക് വീണു. കസ്തൂരിമാൻ ചത്തുപോയി. അപ്പോഴും കസ്തൂരിമാന് മനസ്സിലായില്ല ഇത് എൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അങ്കത്തട്ട് മൊത്തം. അതുകൊണ്ടാണ് എക്സ്ട്രീം ലെവലിലേക്ക് എത്തിപ്പെടാത്തത്. കാരണം മൈൻഡാണ് മെയിൻ വില്ലൻ. അപ്പൊ അതിനെ മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക വിദ്യയുണ്ട്. അതിനെ മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ മനസ്സെന്ന മഹാവില്ലൻ, മഹാസംഭവം അത് ബ്ലോക്ക് ആവുള്ളൂ. അത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിന്ന് തരുള്ളൂ. അത് പ്രസന്റിലേക്ക് ആവാത്തോടത്തോളം കാലം മെഡിറ്റേഷൻ എന്നല്ല ഒരു വിദ്യയും നടക്കില്ല. അതിന് ഈ പറഞ്ഞ പാലത്തിൽ കൂടി കടക്കേണ്ടി വരും. ആ പാലം അതീവ സൂക്ഷ്മതയാണ്. കാരണം എന്താണ് ഇങ്ങനെ വന്നേക്കണേ? നമ്മളിൽ, അതായത് ഇപ്പൊ ഒരു ദൂരെയുള്ള ഒരു പാലത്തിലേക്ക് കടക്കാൻ എളുപ്പമാണ് അല്ലേ? ഒരു 50 മീറ്റർ ദൂരെ ഒരു പാലമുണ്ട്. നമ്മൾ കയറി ആ പാലത്തിലേക്ക്. ഞാൻ എന്ത് ചെയ്തു? ആ പാലത്തെ കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ പാലം കിടക്കുമെന്ന് പറഞ്ഞു. കനാലിന് മുകളിലുള്ള ഒരു പാലം.
ഇത് പച്ച മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികളോട് പറയുമ്പോൾ പറയുന്നത്, ആ കനാലിന് മുകളിലൂടെ ഒരു പാലമുണ്ട്, കടന്നോളൂ, കുറച്ചുകൂടെ അടുത്തേക്കുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഈ പാലം കുറച്ചുകൂടെ അടുപ്പിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു അല്ലേ, അടുപ്പിച്ചപ്പോ. മറ്റേതാകുമ്പോൾ കുറച്ച് നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഈ പാലം പതിയനെ നമ്മുടെ ഒരു കുറച്ചെന്റ് കാലിന്റെ അടിയിലേക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാം. എന്നിട്ട് പറയുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കാൻ തുടങ്ങും. കാരണം നിൽക്കുന്നതേ പാലത്തിന്റെ മുകളിലാണ്. അപ്പൊ ചിലപ്പോൾ താഴേറ്റി ആടും. ഞാൻ എന്ത് ചെയ്തു, ഈ പാലം കംപ്ലീറ്റ് നിങ്ങളുടെ ഉള്ളിലേക്കേ കയറ്റി. അപ്പൊ എന്ത് പറ്റി, കടക്കാൻ പറ്റില്ല. കാരണം എന്താണ്, പാലം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് ദൂരെ ആണെങ്കിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നത്. അതുപോലെയാണ് ഈ സൂക്ഷ്മമായ സംഭവം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പൊ എത്രത്തോളം ഉള്ളിലേക്ക് വരുന്നോ കടന്നുകൂടാൻ ബുദ്ധിമുട്ടായിരിക്കും. ദൂരം കൂടുന്നവരും അത് ഭൗതികമാണ് കടന്നുകൂടാൻ. ഉള്ളിലേക്ക് വന്നപ്പോൾ പാലത്തിന്റെ പ്രത്യേകത എന്തായി, ഭൗതികം നഷ്ടപ്പെട്ടു, അത് സൂക്ഷ്മതയാണ്. അപ്പൊ നമ്മൾ കടക്കണമെങ്കിൽ വിടവില്ല, ഗ്യാപ്പില്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതും എവിടെയാണ് കിടക്കുന്നത്, മനസ്സും ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തേക്കാം. അതായത് മനസ്സുമായിട്ട് ഡയറക്റ്റ് കണക്ട് ആണ്. ഇതിനെ പിടിച്ചാൽ മൈൻഡ് അപ്പോൾ തന്നെ കൺട്രോൾ ആവും, ഇതിനെ പിടിച്ചാൽ ഇതും കൺട്രോൾ ആവും. പറഞ്ഞ കേട്ടോ. പക്ഷെ ഇതിനെ പിടിച്ച് ഈ പറഞ്ഞ പാലത്തിനെ കൺട്രോൾ ചെയ്യാൻ നോക്കരുത്, ഒരിക്കലും അസാധ്യമാണ്, ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് ഇതിനെ പിടിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നടക്കും. അപ്പൊ സിമ്പിൾ ഒരു വിദ്യയിൽ കൂടി ഒരാൾക്ക് യൂണിവേഴ്സിനെ അറിയാൻ പറ്റും, എൻലൈറ്റഡ് ആവാൻ പറ്റും. ഒരേ ഒരു വിദ്യയാണ്. അതിൽ കൂടിയാണ് ഈ ലോകമാനമുള്ള ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ കടന്നിട്ടുള്ളൂ, അതേ സാധ്യമാവുള്ളൂ. പിന്നെ പലതും പറഞ്ഞു കൊടുക്കാം, പക്ഷെ കടന്ന് ഈ പാലത്തിലേക്ക് വരേണ്ടി വരും. ഈ പാലത്തിൽ കയറാതെ ഒരിക്കലും സാധ്യമല്ല. അതെന്തെന്ന് ചോദിച്ചാൽ അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരും, എല്ലാവർക്കും അറിയാം കേട്ടോ, അതോടെ പറയുന്നില്ല. അത് വളരെ സിമ്പിളാണ്. ഇത് കടുകെട്ടിയ ഒരു സംഭവമൊന്നുമില്ല. അപ്പൊ ഒന്നും ചെയ്യണ്ട, ഈ ഒരൊറ്റ ടെക്നിക്ക് വെറുതെ ഇരുന്ന് കൊടുക്കുക. വെറുതെ ഇരുന്ന് കൊടുത്താൽ എങ്ങനെ സാധിക്കും അല്ലേ? എവിടെയെങ്കിലും ഒന്ന് ഏകാഗ്രത കൊടുക്കണ്ടേ? ഈ പാലത്തിലേക്ക് കയറാം, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ നിങ്ങളിലുള്ള അനന്തമായ നോളജ് ഒക്കെ കിട്ടും. പിന്നെ ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഗ്രന്ഥം എടുക്കുമ്പോൾ മനസ്സിലാവും എന്താണോ എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ അനുഭവിച്ചു. പിന്നെ ഏത് ഗ്രന്ഥം എടുത്താലും മനസ്സിലാവും. ഏത് ഗ്രന്ഥം ഭൂമിയിൽ എടുത്താലും നിങ്ങൾക്ക് കാര്യം പിടിയിട്ടു, ഓ ഇത് ഇന്ന നടന്നത്, അത് സംഭവം ഓക്കെ, ആ രീതിയിൽ. അപ്പൊ അങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? ഇങ്ങനെ ലാസ്റ്റ് തലത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഇതിന്റെ പകുതിയെങ്കിലും എത്തി, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമെങ്കിലും മെഡിറ്റേഷൻ ചെയ്തു. മെഡിറ്റേഷൻ ഒരു ഭാഗമെങ്കിലും ചെയ്താൽ, ഞാൻ വീണ്ടും പറയാണ്, മതമായിട്ട് കൂട്ടിക്കലർത്തരുത്. നിങ്ങളുടെ മൈൻഡിന്റെ ഏകാഗ്രതയാണ്, മനസ്സുകൊണ്ടുള്ള ഒരു ആർട്ടാണ്, യൂണിവേഴ്സൽ ആർട്ടാണ്. അപ്പോ നിങ്ങളുടെ ഏത് വിശ്വാസത്തിലാണോ അതിൽ സൂക്ഷ്മമായ അവസ്ഥാവിശേഷത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഏത് വിശ്വാസത്തിലാണോ, അതായത് മതം നമ്മൾ എന്താ ചെയ്യേണ്ടത്, മതത്തിന്റെ ഉന്നതമായ ഭാവത്തിൽ നിൽക്കുമ്പോഴും മതത്തിന്റെ സൂക്ഷ്മമായ മൂല്യങ്ങളും തത്വങ്ങളും നമ്മൾ പഠിക്കണം. ഏത് മതത്തിന്റെ ആണ്, അതിന്റെ മതം എന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ അവരവരുടെ സംസ്കാരത്തിൽ എന്താ പഠിച്ചിട്ട് അതിൽ നിന്നിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് അന്യ വിശ്വാസക്കാർക്ക്. ഇപ്പൊ നമ്മളൊരു വിശ്വാസത്തിൽ നിൽക്കുകയാണ്, ഈ വിശ്വാസത്തിൽ നിന്നിട്ട് സൂക്ഷ്മമായ അവസ്ഥയുടെ ഉന്നത തലത്തിൽ എത്തിയിട്ട് അതിൽ നിന്നിട്ട് മറ്റു മതസ്ഥർക്ക്, മറ്റ് വിശ്വാസികൾക്ക്, ഇതിൽ പെടാത്തവർക്ക് അങ്ങനെ ലോകമാനം നന്മ ചെയ്യാൻ പറ്റുമ്പോൾ ഈ മതം പ്രസക്തി ആർജിച്ചേക്കുന്നു. അപ്പോഴാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മതം ഒരു പ്രസക്തം. ഇതല്ല, ഒരു മതം മറ്റുള്ളവർക്ക് ഒരു ദുരന്തമായി തീരരുത്, ഒരിക്കലും അത് നന്മയായി തീരണം. ആ ഒരു കൺസെപ്റ്റിലേക്ക് വരണം. അപ്പൊ ഈ മെഡിറ്റേഷൻ കൊണ്ട് അതിലേക്ക് കൊണ്ടുള്ള ഗുണം എന്താണ്, നമുക്ക് അതിൽ ഉന്നതമായിട്ട് പോകാൻ പറ്റും. ഏകാഗ്രത കിട്ടുന്ന മനസ്സാണ് എല്ലാം. ഇപ്പൊ നിങ്ങളോട് പറയാണ് 10 കോടി രൂപ തന്നു, കിടന്നുറങ്ങാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളൊരു മാറാരോഗം പിടിപെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി കയറി, പെട്ടെന്ന് എന്തോ സംഭവിക്കും, ഉറങ്ങാൻ പറ്റുമോ? ആ 10 കോടിക്ക് വല്ല വിലയുണ്ടോ? പിന്നെ അപ്പൊ മനസ്സമാധാനമാണ് എല്ലാം. മൈൻഡ് ശാന്തമാണോ പിന്നെ എല്ലാം വന്നോളും. അതുകൊണ്ട് ശാന്തമായ മനസ്സിലെ വിദ്യകൾ വർക്കാവുള്ളൂ. അപ്പൊ മനസ്സിനെ ശാന്തമാക്കാൻ ആരാണ് വില്ലൻ? അവനാണ് ഇതിനെ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. അതിന് പേരും അങ്ങനെ കൊടുത്തു വെച്ചേക്കണം, ചരിച്ചുകൊണ്ടിരിക്കുക. അത് ഊർജത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് ശക്തി, ഊർജം എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സയൻസ്, മെറ്റാഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സിലൊക്കെ ഇത് കടന്നു വന്നിട്ടുണ്ട്. അത് വിശദമായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ധ്യാനം എന്തെന്ന് ചോദിച്ചു, അതുകൊണ്ട് ഗുണങ്ങളാണ്. നമ്മുടെ വീക്ഷണം മാറും, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് കിട്ടും. ഒരു മനുഷ്യന് വേണ്ട നിർണായകമായ ഗുണങ്ങളിൽ ഒന്ന് ഏതാണ്? ഒരു മനുഷ്യന് വേണ്ട എല്ലാവർക്കും കിട്ടാത്ത ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും കിട്ടില്ല. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ഗുണം. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും യോജിച്ച ഒരു തീരുമാനം എടുക്കാം. സഡൻ ടൈമിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പവറാണ് ഒരു മനുഷ്യനെ ഭൗതികത്തിൽ ടോപ്പിലേക്ക് എത്തിക്കുന്നത്. അത് ഇതിൽ കൂടി കിട്ടും. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും വിവേചനത്തോടു കൂടി. കാരണം നമ്മൾ എടുക്കുന്ന ചില ഡിസിഷനൊക്കെ വലിയ ദുരന്തമായി മാറും. ചില പൊസിഷനിലൊക്കെ ഇരുന്നിട്ട്, ചില പൊസിഷനിലൊക്കെ പല ഫോഴ്സിലൊക്കെ ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, ഫോഴ്സ് എന്നല്ല, ഫാമിലി ലൈഫിൽ തന്നെ ചില നിർണായകമായ തീരുമാനം ഫാമിലി ലൈഫിൽ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പതറിപ്പോരുത്.
അപ്പൊ നമുക്ക് എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ഒരു അപാര പവർ കിട്ടും. അതിന്റെ കൂടെ സൂക്ഷ്മമായ പവറും കിട്ടും. അത് വേറെ ചാപ്റ്ററാണ്. ഈ സൂക്ഷ്മമായ പവർ എന്താണ്? അത് എനർജി പ്ലേ, എനർജി കൊണ്ടുള്ള മാനിഫെസ്റ്റേഷൻ, രൂപാന്തരപ്പെടുന്ന ഒരു ലോകം, ചിന്തകൾ രൂപാന്തരപ്പെടുത്തുക, ആ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ ധ്യാനം എന്നാൽ പറയുക എംപ്റ്റിനെസ് ആണ്. അത് കടന്നു പോകുന്നത് പല തട്ടിൽ കൂടിയാണ്. അത് ഞാൻ ഇവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞങ്ങും തൊടാതെ പറയേണ്ടി വരുന്നത്. തട്ടിൽ കൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. കാണൽ, കേൾക്കൽ, കാഴ്ചകൾ, പലതും പലതും ബൈ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്ട്രാ ഓർഡിനറി കഴിവുകൾ, അമാനുഷിക സിദ്ധികൾ, ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കും. കാരണം സൂക്ഷ്മതയിലേക്ക് കടന്ന് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുടെ ബ്രെയിൻ വേവ്സ്, തോട്ട് പാറ്റേൺ എടുത്താൽ സാധാരണക്കാരെ ആയിരിക്കില്ല. മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാനും പറ്റില്ല ഇതെന്ത് പറ്റിയെന്ന്, എല്ലാം കീഴ്മേൽ മറിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പോകാൻ പറ്റും. അതാണ് മെഡിറ്റേഷൻ. ഓക്കെ, അപ്പൊ ധ്യാനമാണ്, നോട്ട് പ്രയർ, നോട്ട് പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയും പ്രയറും എന്താ വ്യത്യാസം? അതൊരു മതത്തിന്റെയോ ഒരു പ്രത്യേക മന്ത്രത്തെയോ ഒരു വസ്തുവിനെ വെച്ചിട്ട് അപേക്ഷിക്കൽ. പറഞ്ഞോട്ടോ, അവിടെ രൂപം ഭാവം കൊടുത്തു കഴിഞ്ഞു. മെഡിറ്റേഷനിൽ രൂപം ഭാവം വരാൻ പാടില്ല. മെഡിറ്റേഷനിൽ ഒരു തരത്തിലുമുള്ള രൂപങ്ങൾ കൊടുക്കാൻ പാടില്ല, ഒരു തരത്തിലുമുള്ള കളർ പാടില്ല, ഒരു തരത്തിലുമുള്ള മന്ത്രജപങ്ങൾ, ഹോമങ്ങൾ, അങ്ങനെയുള്ള ഒന്നും പാടില്ല. ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും വന്നോ അത് പ്രാർത്ഥനയായി മാറി. അത് മെഡിറ്റേഷനിൽ നിന്ന് മാറി നിങ്ങൾ പോവുകയില്ല. കാരണം അവിടെ നിങ്ങൾ തന്നെ കൊടുത്തു വെച്ചിരിക്കുക, ഞാൻ ഇതാവുന്നു, ഞാൻ ഇന്നതിലേക്ക് പോകുന്നു. ആ റോഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി. അപ്പോൾ യൂണിവേഴ്സ് അല്ല അത്, പറഞ്ഞ കേട്ടോ. അപ്പോഴാണ് പ്രസന്റിലേക്ക് വന്നെ. ഇപ്പൊ നിറഞ്ഞ ഏകാഗ്രത, ഫസ്റ്റ് ഏകാഗ്രത അത് ഡൈവേർജ് ആയി മാറണം, മറ്റേ കോൺസെൻട്രേറ്റർ ആയി മാറണം. അപ്പൊ ഒരു വസ്തുവിലേക്കുള്ള, ഇപ്പൊ നിങ്ങൾ റോഡ് വട്ടം കിടക്കുകയാണ്, ഒരു സൈഡിലേക്ക് മാത്രം നോക്കുവോ? ഇല്ലല്ലോ, രണ്ട് സൈഡിലേക്കും നോക്കിയാലും പ്രശ്നം. എല്ലാം അറിയണം. ഒമ്നി സർക്കിളിൽ 360 ഡിഗ്രിയിൽ എന്താ നടക്കണമെന്നുള്ള അവയർനെസ്സിലേക്ക് വരണം. പക്ഷെ ഡയറക്റ്റിലേക്ക് കടക്കാൻ പറ്റൂല. ആദ്യം ഏകാഗ്രത കൊടുക്കേണ്ടി വരും. ഈ മനസ്സിനൊന്ന് ചലിക്കാതെ നിർത്തണം. ഈ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന മനസ്സിലെ ചിന്തകളൊന്ന് കെട്ടടക്കണം ആദ്യം തന്നെ. അതിന് ടെക്നിക്ക് ഉണ്ട്, ഈസി ആയിട്ട് നടക്കും. വലിയ കടുകട്ടി സബ്ജക്റ്റ് ഒന്നുമല്ല, സിമ്പിൾ വിദ്യകളാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് മാസ്റ്റർ. ഇത്രയും വിശദമായിട്ട് ഈ മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു തന്ന മാസ്റ്ററിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം പലർക്കും തെറ്റിദ്ധാരണ പരത്തിയ ഒരു സംഗതിയാണ് എങ്ങനെ ചെയ്യണം, എനിക്ക് മെഡിറ്റേഷൻ ഇരിക്കാൻ പറ്റുന്നില്ല, എന്താണ് മെഡിറ്റേഷൻ അറിയുന്നില്ല. അപ്പം അതിന് വ്യക്തമായിട്ടുള്ള വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് മാസ്റ്റർ തന്നിട്ടുള്ളത്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു മാസ്റ്റർ. പിന്നെ ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഫുഡുമായിട്ട് മെഡിറ്റേഷന് ബന്ധമുണ്ടോ? അപ്പൊ നമ്മൾ ഒരുപാട് ന്യായീകരണം പറയാം. ഫുഡ് ഇന്നത് കഴിച്ചാൽ ഹോർമോൺ ഇന്നത് മാറുന്നു, ഇന്നത് കഴിച്ചാൽ ഹോർമോൺ അങ്ങനെ വരുന്നു, അപ്പൊ നമുക്ക് ദേഷ്യം വരുന്നു, അഡ്രിനാലിൻ വരുന്നു, സെറാട്ടോണിൻ, മെലാട്ടോണിൻ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് മിസ് അണ്ടർസ്റ്റാൻഡിങ് പരത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങളുടെ വേഷങ്ങളോ ഫുഡോ നിങ്ങളുടെ രൂപങ്ങളോ നിങ്ങളുടെ പദവിയോ ഇരിക്കുന്ന സ്ഥലം ഒന്നും ഇതിന് ബാധകമല്ല. ഇതിന് കാലം പോലും ഇല്ല, സമയാതീതമാണ്, മുഹൂർത്തമൊന്നുമില്ല. കാരണം പ്ലേ നടക്കുന്നത് മൈൻഡുമായിട്ടാണ്. മനസ്സാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നിങ്ങളുടെ രൂപഭാവ പദവിയല്ല വേണ്ടത്. അല്ലെങ്കിൽ പണക്കാരൊക്കെ ഇവിടെ ഇത് ഈ ഏകാഗ്രതയിലേക്ക് എത്തിയനെ. പണം ഉണ്ടായിട്ട് കാര്യമല്ല, പദവി ഉണ്ടായിട്ടും കാര്യമില്ല, ഇനി ഏറ്റവും താഴ്ന്ന തട്ടിലോ പാവപ്പെട്ടവനായിട്ടും കാര്യമല്ല. കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ വേണ്ടത് ഓൺലി മൈൻഡ്. മൈൻഡിൽ നിന്ന് ബോധതലത്തിലേക്ക് കടക്കണം. ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ഒരു വസ്തു ഞാൻ ആദ്യം പറഞ്ഞു, അതിലേക്കിടെ കടക്കാൻ പറ്റുള്ളൂ. അതിൽ കടന്നു കഴിയുമ്പോൾ നിശ്ചലാവസ്ഥയിലാവും. അപ്പം നമ്മുടെ ബ്രീത്ത് പാറ്റേൺ മാറും, നമ്മുടെ ഹോർമോൺ മാറും. ഹോർമോണൊക്കെ സെറാട്ടോണിൻ, മെലാട്ടോണിൻ ആ ഒരു തലത്തിലേക്ക് വരും. മറ്റത് ഈ ബ്രെയിനിൽ തന്നെ വർക്ക് ചെയ്യണം, ആദ്യം ടെൻഷനൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് എത്താൻ പറ്റാത്തത്.